ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇതൊരു ഈസി റെസിപ്പിയാണ്. അതേപോലെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ദിവസം ഫുള്ള് നടക്കാം. പോരാത്തതിന് ഇപ്പോൾ നോമ്പും ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ അതിന് പറ്റിയൊരു റെസിപ്പിയാണ്. പുതിനയും നാരങ്ങയും കസ്കസ് സീഡ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പുതിന ഒരു കെട്ടെടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ലീവ്സ് കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടി ബെറ്റർ. ഇനി ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ കസ്കസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്കസ് സെറ്റ് ആവാൻ വെക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച പുതിന മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ എത്രത്തോളം നീര് അതിൽ കിട്ടുന്നു അത്രത്തോളം നമുക്ക് ആ നീര് എടുക്കാൻ ശ്രമിക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി അരിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ മുകളിൽ കാണുന്ന പദം നമുക്ക് എടുത്ത് കളയാം. ഇനി 1 കപ്പ് ഷുഗർ നമുക്കൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്, കുടിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഫ്താർ ടൈമിൽ ഈസി ആയിട്ട് എടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് സെർവ് ചെയ്യാം. ഇവിടെ ഷുഗറൊക്കെ നമുക്ക് നല്ല അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പുതിനയിലയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, വെള്ളം കുറുക്കിയെടുക്കണം. നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ നല്ല കുറുകി വരണം. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം. ഞാനിവിടെ 3 പഴുത്ത നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങളും അതേപോലെ എടുക്കണം. ഇനി നമുക്ക് അത് ആ നീരിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം. നാരങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി അരിച്ചെടുക്കാം. ഇതിൽ ചെറിയ പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല പ്യുവറായിട്ട് ഈ നീര് കിട്ടും. നാരങ്ങ നീര് ആഡ് ചെയ്താൽ നമുക്ക് നല്ല സർബത്തിൻ്റെ സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 20 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു കേടുമില്ലാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. 1/2 കപ്പ് നീരിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം സെർവ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും കൂടി സെർവ് ചെയ്യുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടത്തൊക്കെ നല്ല തണുപ്പായിട്ട് നമുക്കിത് കുടിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ കുടിക്കാം. നല്ല അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ്.